nature of quadratic form. Nature of quadratic form determine ചെയ്യുന്നത് അതിന്റെ matrix ഫോമുകളെ യൂസ് ചെയ്തിട്ടാണ്. Nature of quadratic form different nature ഉണ്ട്. First one positive definite ഉണ്ട്. Second one negative definite ഉണ്ട്. Positive semi definite. Next negative semi definite and last one indefinite. അങ്ങനെയുള്ള കേസുകളാണ് വരുന്നത്. അതെന്താണെന്ന് നോക്കാം. Suppose Q equal to X transpose AX be a quadratic form, then this quadratic form is positive definite if all eigenvalues greater than 0 or all eigenvalues positive. ഒരു eigenvalues നമുക്ക് മെട്രിക്സ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എയുടെ eigenvalues കാണാലോ. ആ eigenvalues ഒക്കെ കംപ്ലീറ്റ് പോസിറ്റീവ് ആണ്. അതിന് എന്ത് പറയും? പോസിറ്റീവ് eigenvalues. Suppose all eigenvalues less than 0, that is eigenvalues ഒക്കെ എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ് ഡെഫിനിറ്റുമായി നെഗറ്റീവ് ഡെഫിനിറ്റുമായി പോസിറ്റീവ് ഡെഫിനിറ്റിൽ പോസിറ്റീവ് ഈഗൻ വാല്യൂസ് മാത്രം, ഓൺലി പോസിറ്റീവ് ഈഗൻ വാല്യൂസ്. നെഗറ്റീവ് ഡെഫിനിറ്റിൽ നെഗറ്റീവ് ഈഗൻ വാല്യൂസ് മാത്രം. ഇനി ഒരു കേസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് മീൻസ് ഈഗൻ വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ either 0 or greater than 0, that is either 0 or positive, that is sum of the eigenvalues are 0. Some zeros are there, some 0 eigenvalues and some are positive. അപ്പോൾ പോസിറ്റീവ് വാല്യൂം 0 ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയും. അതുപോലെ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈഗൻ വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈഗൻ വാല്യൂ ഈക്വൽ ടു 0 ഓർ ലെസ് ദാൻ 0, ദാറ്റ് ഈസ് ഈഗൻ വാല്യൂ ഈക്വൽ ടു 0 ഓർ നെഗറ്റീവ്, ദാറ്റ് ഈസ് സം ഓഫ് ദ ഈഗൻ വാല്യൂസ് ആർ 0 ഓർ വൺ ഓഫ് ദ ഈഗൻ വാല്യൂസ് 0. സം ഓഫ് ദ ഈഗൻ വാല്യൂസ് 0 ആൻഡ് സം ഓഫ് ദ ഈഗൻ വാല്യൂസ് ആർ നെഗറ്റീവ്. അതായത് അതിൽ നെഗറ്റീവും ഉണ്ട് 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയും. പോസിറ്റീവ് ഉണ്ട് 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് മാത്രമാണെങ്കിൽ എന്ത് പറയും? പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. സെമി എന്നുള്ളത് ടേം ഇല്ല. ഇനി ഈഗൻ വാല്യൂസിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, ബോത്ത് ഉണ്ട്. നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഇൻഡെഫിനിറ്റ് ആണെന്ന് പറയും. ഈസിയാണ്. ഈ 5 കേസസ് വരും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ഫൈൻഡ് ദ നാച്ചർ ഓഫ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് ഫോം എഴുതുക. മെട്രിക്സ് ഫോം എ ഐഡന്റിഫൈ ചെയ്യുക. എ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എയുടെ ഈഗൻ വാല്യൂസ് കാണാം. ഈഗൻ വാല്യൂസിന് നമ്മൾ ഈഗൻ വാല്യൂസിന്റെ നാച്ചർ നോക്കിയത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, 0വും പോസിറ്റീവും ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കി അതിന്റെ നാച്ചറും നമുക്ക് പറയാൻ പറ്റും. ഇനി പറയുന്നത് ഈഗൻ വാല്യൂസിന് വെച്ച് ഇനി റാങ്ക്, ഇൻഡെക്സ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ക്വാഡ്രാറ്റിക് ഫോം. റാങ്ക് ഓഫ് എ ക്വാഡ്രാറ്റിക് ഫോം എന്തേ ഉള്ളൂ? സപ്പോസ് Q equal to X transpose AX be a quadratic form, then rank of this quadratic form is number of non-zero eigenvalues of the matrix of quadratic form. അതായത് X transpose AX യുടെ eigenvalues കാണാൻ പറ്റും. അതിൽ non-zero eigenvalues ആണ് rank. Rank is non-zero eigenvalues. Similarly, index is number of positive eigenvalues. Rank is non-zero eigenvalues. Non-zero means നെഗറ്റീവും വരാം പോസിറ്റീവും വരാം. സപ്പോസ് ഒരു കേസിൽ ലാംഡ ഈക്വൽ ടു 1, 2, 3 വന്നു. ലാംഡാസ് ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ റാങ്ക് എന്ത് വരും? ഈഗൻ വാല്യൂസ്. റാങ്ക് വരും എന്താ? റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ ഈഗൻ വാല്യൂസ് ഇല്ലേ? 1 നോൺ സീറോ ആണ്, 2 നോൺ സീറോ ആണ്, 3 നോൺ സീറോ ആണ്. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് 3 വരും. ഇനി വേറൊരു കേസ് ഈഗൻ വാല്യൂസ് 0, 1, 2. അപ്പോൾ എന്ത് വരും റാങ്ക്? ആ കേസിൽ അവിടെ ഒരു 0 ഉണ്ട്, ബാക്കി 1ഉം 2ഉം നോൺ സീറോ ആണ്. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ ഈഗൻ വാല്യൂസ് 2 അല്ലേ? 1 ഒരെണ്ണം, സെക്കൻഡ് 1, 2. അപ്പോൾ റാങ്ക് ഈക്വൽ ടു 2. ഓർ 0, 5, 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്ക് 2 തന്നെ. 5ഉം 6ഉം നോൺ സീറോ ടേംസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ ഈഗൻ വാല്യൂസ് 2 ആണ്. അപ്പോൾ റാങ്ക് 2 ആണ്. ഇനി ഒരു കേസ് ഈഗൻ വാല്യൂസ് -1, 1, 0 വരുന്നു. അപ്പൊ ഈഗൻ വാല്യൂസ് -1, 1, 0 എന്ന റാങ്ക് എന്താണ്? അഗെയിൻ 2 ആണ്. കാരണം എന്താ? നോൺ സീറോ ടേം -1ഉം 1ഉം നോൺ സീറോ ടേം ആണ്. അപ്പൊ റാങ്ക് 2 ആണ്. അത് നെഗറ്റീവും പോസിറ്റീവും ആവാം നോൺ സീറോ വാല്യൂസ് എന്ന് പറഞ്ഞാൽ.
Next, index of a quadratic form. Index of a quadratic form is number of positive eigenvalues. എത്ര പോസിറ്റീവ് eigen values ഉണ്ട്? നേരത്തെ പറഞ്ഞ ഓരോ കേസിലും പോസിറ്റീവ്. സപ്പോസ് 1, 2, 3 ഒരു സെറ്റ് ഓഫ് eigen values ആണ്. വേറൊരു സെറ്റ് ഓഫ് -1, 2, 3. ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 3 വരും. ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 വരും. സിമ്പിൾ ആണ്. നെക്സ്റ്റ്, signature of a quadratic form. Signature of a quadratic form is a 3-tuple PQR. Tuple എന്ന് പറഞ്ഞാൽ 3-tuple PQR, where P is number of zero eigenvalues. അതായത് എത്ര സീറോസ് ഉണ്ട്. And Q is number of positive eigenvalues and R is number of negative eigenvalues. സിമ്പിൾ ആണ്. 3-tuple ആണ്. അതിൽ ഫസ്റ്റ് P എന്ന് പറയുന്നത് സീറോ eigenvalues ആണ്. പോസിറ്റീവ്. നെക്സ്റ്റ് Q number of positive eigenvalues. Next R number of negative eigenvalues. അപ്പോൾ ഇത്രയും ഡെഫിനേഷൻ ഓർക്കുക. എക്സാമിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. Find nature, rank, index and signature of the quadratic form എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. Find nature, index of the quadratic form. X square plus 5y square plus z square plus 2xy plus 2yz plus 6xz. ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? നാച്ചുർ ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും സിഗ്നേച്ചർ ആണോ ഒക്കെ കാണണമെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു ഫൈൻഡ് ദ മെട്രിക്സ് ഫോം. ഫസ്റ്റ് റൈറ്റ് ദ ക്വാഡ്രാറ്റിക് ഫോം ഇൻ മെട്രിക്സ് ഫോമാറ്റ്. ദാറ്റ് ഈസ് മെട്രിക്സ് ഫോം ഓഫ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഫോം. മെട്രിക്സ് ഫോം എന്താ? X transpose AX equal to, ഇവിടെ ഏതൊക്കെയാണ് വേരിയബിൾസ്? എക്സ് വൈ സെഡ് ആണ്. എക്സ് വൈ സെഡ് ഇൻറ്റു 3/3 മെട്രിക്സ് ആയിരിക്കും. ഇൻറ്റു എക്സ് വൈ സെഡ്. ഇനി എക്സ് വൈ സെഡ് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. എക്സ് നോക്കുക, വൈ സെഡ്, എക്സ് വൈ സെഡ്. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. y സ്ക്വയർ 5 ആണ്. z സ്ക്വയർ 1 ആണ്. xyയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 1ഉം. ഇനി yzന്റെ കോഎഫിഷ്യന്റ് xzന്റെ കോഎഫിഷ്യന്റ് 6 ആണ്. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 3ഉം. ഇനി yzന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ക്വാഡ്രാറ്റിക് ഫോം എന്ന് തോന്നും. 1 1 3 1 5 1 3 1 1 1. ഇനി അതിന്റെ നാച്ചുർ ഇൻഡെക്സ് അതൊക്കെ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഈഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്. ഹിയർ A equal to 1 1 3 1 5 1 3 1 1. ഈഗൻ വാല്യൂസ് കാണണമെങ്കിൽ എന്ത് വേണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ 3/3 മെട്രിക്സ് ഈസ് lambda cube minus d1 lambda square plus d2 lambda minus d3 equal to 0. ഇതിന്റെ d1 എന്ന് പറഞ്ഞാൽ എന്താ? Sum of diagonal elements 1 plus 5 plus 1, that is 7. And d2 is sum of minus of diagonal elements. 5 minus 1 4 plus 1 minus 9, that is minus 8 plus 5 minus 1, that is 4. Of 8 minus 8 0. And d3 is determinant of a. Determinant of a ചെയ്താൽ 1 into 5 minus 1, 1 into 4 minus 1 into 1 minus 3, that is minus 2. 1 into minus 2 plus 3 into 1 minus 8, that is minus 7. That is 4 plus 2 minus 21. അപ്പോൾ എന്ത്? 6 minus 21 വന്നു. 6 minus 21 വന്നു. ഓക്കെ, സോറി, എന്താ മിസ്റ്റേക്ക് ഉണ്ട്? ഇവിടെ 14 അല്ലേ വരും. അപ്പോൾ വെയിറ്റ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടത്. ഡിറ്റർമിനന്റ് ഓഫ് d3 എന്ന് പറയുന്നത് എന്ത് വരും?
d3 equal to 1 into 5 minus 1, that is 4, minus 1 into 1 minus 3, that is minus 2, 1, minus 2. Next plus 3 into 1 minus 15 ആണ്. 1 minus 15 means minus 14. അപ്പോൾ 4 plus 2 minus 42 ആണ്. അപ്പോൾ അതൊരു minus 36 ആണ്. അങ്ങനെ ഇനി എന്ത് എഴുതാം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. d1 d2 ഒക്കെ കിട്ടിയല്ലോ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ലാംഡ ക്യൂബ് മൈനസ് d1 lambda square minus 7 lambda square. Next minus 7 lambda square plus d2 lambda. d2 lambda എന്ന് പറഞ്ഞാൽ d2 is 0 ആണ്. 0 lambda minus d3 minus minus 36 എന്ന് പറഞ്ഞാൽ plus 36 equal to 0. അപ്പോൾ ഇതിൻ്റെ സിന്തറ്റിക് ഡിവിഷനിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഫാക്ടേഴ്സ് ചെയ്താൽ 1 minus 7 0 36. ഫസ്റ്റ് 1 ആണോ നോക്കാം. 1 ആകുമ്പോൾ 1 minus 6 0 ഇല്ല, 1 വരില്ല. ഇനി അതുപോലെ minus 1 ആണോ നോക്കാം. minus 1 minus 8 plus 8 അതും വരില്ല. 1 വരില്ല, minus 1 വരില്ല. നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് 2 നോക്കാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്താലും മതി. 2 വന്നാൽ 2 minus 5 minus 10 minus 10 2 വരില്ല. ഇനി minus 2 വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ minus 2 minus 9 80. അപ്പോൾ 80 minus 36. That is minus 2 is a factor. Therefore, this can be written as lambda plus 2 into lambda square minus 9 lambda plus 18 equal to 0. സിന്തറ്റിക് ഡിവിഷൻ ഓൾറെഡി പറഞ്ഞു തന്ന കാര്യമാണ്. അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ലാംഡയുടെ വാല്യൂസ് എന്ത് വരും? ഇതിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ലാംഡ പ്ലസ് 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ലാംഡ മൈനസ് 6 ഇൻറ്റു ലാംഡ മൈനസ് 3 അല്ലെങ്കിൽ ഈക്വൽ ടു. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്തൊക്കെ വന്നു? minus 2 6 3. അപ്പോൾ ലാംഡയുടെ വാല്യൂസ് നോക്കിയാണെങ്കിൽ ഓരോന്നും പറയുന്നത് നാച്ചുറൽ എന്തായിരിക്കും? ലാംഡ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. -2 ഉണ്ട്, +6 ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായതുകൊണ്ട് എന്ത് പറയാം? ക്വാഡ്രാറ്റിക് ഫോമിന്റെ പ്രോപ്പർട്ടീസ് വരാനായിട്ട് പറയാം. നാച്ചുറൽ എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. കാരണം there are negative and positive eigenvalues, therefore it is indefinite. നെക്സ്റ്റ് റാങ്ക് ഇവിടെ ചോദിച്ചിട്ടില്ല. റാങ്കും പറയാം. ബട്ട് ഇസ് റാങ്ക് ഈസ് നമ്പർ ഓഫ് non-zero eigenvalues. All the 3 eigenvalues are non-zero, therefore rank equal to 3. Next, index. Index is number of positive eigenvalues. 6 and 3 are positive eigenvalues, therefore index equal to 2. Then signature. Signature is ordered 3 tuple. Sorry, 3 tuple ആണ്. അതിന്റെ first value number of 0 eigenvalues, that is 0. Second one positive eigenvalues, that is 2. Next one negative eigenvalues, number of negative. This is എത്രയും സിമ്പിൾ ആണ്. ഇതുപോലെയുള്ള പ്രോബ്ലംസ് വന്നാൽ ചെയ്യാം. നാച്ചുറൽ കാണുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കൊണ്ട്. സപ്പോസ് ലാംഡയിൽ -2 പകരം 0 6 3 ആണെങ്കിൽ 0യും പോസിറ്റീവ്. അപ്പോൾ എന്തോന്നു? പോസിറ്റീവ് ഡെഫിനിറ്റ്, സെമി പോസിറ്റീവ് വരും. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് നാച്ചർ ഓഫ് ക്വാഡ്രാറ്റിക് ഫോം, റാങ്ക്, ഇൻഡെക്സ്, അതിൻ്റെ ഒരു പ്രോബ്ലം. ഈ ടൈപ്പ് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.